പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചതായിട്ടുള്ള ഭാഗവത ഭാഗം ദ്വിതീയ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ്. ശൗനകാദികൾ സൂതനോട് ചോദിക്കണു, എന്തെല്ലാം ചോദ്യോത്തരങ്ങളാണ് ശുഗനും പരീക്ഷിത്തും തമ്മിലുണ്ടായത് എന്നുള്ളത് കേൾക്കണം. ഭഗവത് മഹാത്മ്യമാണ് പറയാൻ പോകുന്നത്, ചെറിയ സംഗതിയല്ല. അതുകൊണ്ട് അദ്ദേഹം ശുഗസാരസ്വതം എന്ന ഒരു സ്തോത്രത്തിൽ കൂടെ ഭഗവാനെ സ്തുതിക്കുകയാണ്. അത് പറയാനുള്ള കഴിവ് ഭഗവാൻ തന്നെ തരണം. ഞാൻ ശക്തനല്ല, ഭഗവാനാ സൃഷ്ടിക്കപ്പെട്ട ഒരു കീടമായിരിക്കുന്ന ഞാൻ ആ മഹശക്തി ഏത് വാക്കുകൊണ്ട് വർണ്ണിക്കും? അതാണ് ശുഗസാരസ്വതം. എന്നിട്ടോ മറ്റൊരു സംഭാഷണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ്. പരീക്ഷിത്തെ, ഇതേ ചോദ്യം പണ്ട് നാരദൻ അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിനോട് ചോദിക്കുകയുണ്ടായി. അതിന് ബ്രഹ്മാവ് പറഞ്ഞ മറുപടി പറഞ്ഞാൽ അങ്ങയുടെ സംശയങ്ങൾ കുറച്ചൊക്കെ തീരും എന്ന് പറയണം. അപ്പോൾ വേഗം അച്ഛനായ ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് നാരദൻ ചോദിക്കുകയാണ്. യദ്രൂപം നിദധിഷ്ഠാനം യഥസ്രഷ്ടമിതം പ്രഭോ യസ്തം യത്പരം യച്ഛ തത്വം വദ തത്വതാ. അച്ഛനെ വിളിച്ചുകൊണ്ടാണ് പറയണത്. നാരദൻ്റെ അച്ഛനാണല്ലോ ബ്രഹ്മാവ്. പ്രഭോ എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛൻ എന്നുള്ള ഒരു സ്വാധീനമാണ്. അച്ഛൻ എന്നുള്ളതായിരിക്കുന്ന സംബോധന പ്രഭോ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ഈശ്വരനാണ്, വെറുതെ ഒരച്ഛനല്ല എന്നർത്ഥം. ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ഒരാളാണ്, ലോകം മുഴുവൻ സൃഷ്ടികളാണ്. അപ്പം നാരദനെ വിളിക്കുന്നത് എന്താണ്? പ്രഭോ, അങ്ങ് കേവലം ഒരു പിതാവല്ല. എന്തിലാണ് ഈ ലോകം നിൽക്കുന്നത്? എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്? എങ്ങനെയാണ് ഈ ലോകം ഇല്ലാണ്ടാവണത് എന്നൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോയെന്ന് ചോദിക്കുക. എത്ര എളുപ്പമാണ് ചോദ്യം അറിയോ? ചോദ്യം വളരെ എളുപ്പമാണ്. പറയാൻ പോണത് 2 അധ്യായം കൊണ്ടാണ് ഉത്തരം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. ശരിക്കും 2 അധ്യായം ചുരുക്കി പറഞ്ഞു പിന്നെ അതിനെ വിശദീകരിക്കുക. എങ്ങനെ ഭഗവാൻ സൃഷ്ടിക്കുന്നു, എങ്ങനെ ഭഗവാൻ നിലനിർത്തുന്നു, എങ്ങനെ ഭഗവാൻ ഇല്ലാണ്ടാക്കുന്ന ചോദ്യം എളുപ്പം കഴിഞ്ഞു. 1 മിനിറ്റും കൂടി എടുത്തില്ല ചോദ്യത്തിന്. അതിൻ്റെ ഉത്തരം ഞാൻ ഇതുവരേക്കും നാരദൻ വരെ വിചാരിച്ചത് അങ്ങാണ് ഈശ്വരൻ എന്നാ. പിന്നെ ഇപ്പം അത് മാറാൻ കാരണം അങ്ങേതോ ഈശ്വരനെ ധ്യാനിക്കണു. ഈശ്വരനെ ധ്യാനിക്കേണ്ടതില്ലല്ലോ, ഉണ്ടോ? നമുക്കാണ് ഈശ്വരനെ ധ്യാനിക്കേണ്ടത്, ഈശ്വരനെ ആരെയും ധ്യാനിക്കേണ്ടതില്ല. അപ്പം അങ്ങ് ധ്യാനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തോന്നി എനിക്ക് വേറെ ഏതോ ഒരു ഈശ്വരനുണ്ട്. ആ ഭഗവാനെ കുറിച്ച് എൻ്റെ സംശയം ശരിയാണെങ്കിൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചില ചോദ്യങ്ങൾ. വളരെ കുറച്ച് ചോദ്യമേ ഉള്ളൂ, പക്ഷെ ഉത്തരം വളരെയധികം ഉണ്ട് എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഹേ നാരദ, ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടാണ് ഞാൻ ഈശ്വരനാണ് എന്ന് നിനക്ക് തോന്നുന്നത്? ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ന അനൃതം തവ തച്ചാബി യഥാ മാം പ്രപ്രവീഷി ഭോ. ഭോ എന്നുള്ളത് ചിലപ്പോൾ ബഹുമാനം ഉള്ള മേപ്പെട്ടുള്ളവർക്കും പ്രയോഗിക്കും, കീഴ്പ്പെട്ടുള്ളവർക്കും പ്രയോഗിക്കും സംസ്കൃതത്തിൽ. ഈ താതൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെയല്ല. രാമായണത്തിലും വാൽമീകി രാമായണത്തിലും ഒരുപാട് താത എന്ന് അച്ഛൻ മകനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ മകനെ വിളിച്ചാൽ അവിടെ താതന് മകനാണ് അർത്ഥം, മകൻ അച്ഛനെ വിളിച്ചാൽ അതിന് അച്ഛനാണ് അർത്ഥം. അപ്പം താത എന്ന് പറഞ്ഞാൽ അച്ഛനോ അങ്ങനെ അർത്ഥമൊന്നുമില്ല. ഇതേപോലെ ഭോ എന്ന് ദ്വിതീയമായിട്ടുള്ള ആളെ വിളിക്കണ സെക്കൻഡ് പേഴ്സണെ സംബോധന ചെയ്യുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഈശ്വരനൊക്കെ തന്നെയാണ്, ത്രിമൂർത്തികളിൽ ഒരാൾ എന്ന സ്ഥാനം എനിക്കുണ്ട്. പക്ഷേ അന്തിമമായിട്ടുള്ള ഈശ്വരൻ ഞാനല്ല. എനിക്ക് ഈ സൃഷ്ടികർമ്മം ചെയ്യാനുള്ള കഴിവ് തരണത് ആരാ അറിയോ? അത് വേറൊരു ഈശ്വരനുണ്ട് കേട്ടോ എന്ന് പറയാം. ത്രിമൂർത്തികളായിട്ട് എന്നെ ഈശ്വരനാക്കി വെച്ചത് മറ്റൊരു ദേവനാണ്. അതാണ് നമത്തസ്മൈ
തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി എന്മായ ദുർജയ മാം ബ്രുവന്തി ജഗദ്ഗുരും. ജഗദ്ഗുരുവായിട്ട് എന്നെ കാണുന്നത് മായയുടെ കുഴപ്പമാണ്. നമുക്കത് ശരിയായിട്ടുള്ള അറിവല്ല, ഞാനല്ല ഈശ്വരൻ എന്ന് പറയുകയാണ്. പിന്നെയോ വാസുദേവനായിട്ടുള്ള ഭഗവാൻ നാരായണനാണ് ലോകനാഥൻ. അദ്ദേഹത്തിൻ്റെ സങ്കല്പം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഇച്ഛ കൊണ്ടുമാണ് ഈ ബ്രഹ്മാവായിട്ട് ഈ സ്ഥാനത്ത് ഇരുന്ന് സൃഷ്ടികർമ്മങ്ങൾ ഞാൻ നിർവഹിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാം. ആ ഭഗവാൻ എങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്നല്ലേ നീ ചോദിച്ചത്? ആദ്യമായിട്ട് ഭഗവാൻ തെറ്റിച്ചത് എന്താ? ദ്രവ്യം കർമ്മചകാലശ്ച സ്വഭാവോ ജീവ ഏവച. 5 സംഗതികൾ അത്രേ ലോകത്തിൽ ആദ്യം സൃഷ്ടിയുണ്ടായത്. ഒരു തരത്തിൽ പറയുമ്പോൾ കേട്ടോ, വേറെ തരത്തിൽ പറയുമ്പോൾ വേറെ തരത്തിലും പറയും. അത് ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ. ഇത് ശരിക്കും ഇപ്പോൾ ഏത് സൃഷ്ടി നടത്തുമ്പോഴും ഇത് വേണം. ഒന്ന് ദ്രവ്യം, എന്തെങ്കിലും മാറ്റർ കൊണ്ടാണ് സൃഷ്ടിക്കുക. അത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദ്രവ്യം കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അതാണ് ദ്രവ്യം. പിന്നെയോ കർമ്മം. ദ്രവ്യം അവിടെ കടിക്കാത്ത വിധത്തിലിരുന്ന സൃഷ്ടി ഉണ്ടാവുമോ? അപ്പം അതിനെ കടിപ്പിക്കുന്നതിനാണ് കർമ്മം. പിന്നെന്താ വേണ്ടത്? കാലം. അതിന് കാലയളവ് വേണം. ഒരു പയറുവിത്ത് നമ്മൾ കുഴിച്ചിട്ടു, അവിടെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ പയറുവിത്താണ്. കർമ്മം എന്ന് പറഞ്ഞാൽ കുഴിച്ചിടലാണ്, അല്ലേ? കുഴിച്ചിടലാണ് കർമ്മം. കാലം എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയത്തെ അത് മുളയ്ക്കുള്ളൂ. കുഴിച്ചിട്ടാൽ അപ്പം തന്നെ മുളയ്ക്കുമോ? ഇല്ല. അതിനാണ് കാലം. ആ സമയമായ കാണാൻ തന്നെ എല്ലാറ്റിനും ഉണ്ടായില്ലേ. 280 ദിവസമാണ് ഒരു ഗർഭത്തെ ശിശു വളരണം. അതാണ് കാലം. അവിടെയുണ്ട് ഈ കാലം. പിന്നെ സ്വഭാവം. പയറുവിത്ത് കുഴിച്ചിട്ടാൽ ഒരിക്കലും കുമ്പളം മുളയ്ക്കില്ല. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൻ്റെ തന്നെ ചെടിയാണ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് സ്വഭാവം. മനുഷ്യൻ പ്രസവിച്ചാൽ മനുഷ്യക്കുട്ടി ഉണ്ടാവണു, ആട്ടിൻകുട്ടി ഉണ്ടായിട്ടില്ല അതുവരെയോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്വഭാവം. ഭഗവാന്റെ സങ്കല്പമാണ് അതൊക്കെ. പിന്നെ ജീവ ഏവച. ഒരു കുട്ടിയെ പ്രസവിച്ച് ആപ്പിള്ള ആയാലോ കുഴി മാടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനേ പറ്റൂ. അതിൻ്റെ ഉള്ളിൽ ജീവൻ വേണം. അതാണ് സർവീശ്വരനായിരിക്കുന്ന ഭഗവാൻ ജീവ ഏവച. അപ്പോഴേ അത് കുട്ടി ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങുള്ളൂ. ഈ 5 എണ്ണം ഏത് സൃഷ്ടിയിലും നാരദ വേണം എന്ന് ആദ്യം മനസ്സിലാക്കുക. ദ്രവ്യം കർമ്മച കാലച്ച സ്വഭാവോ ജീവ ഏവച. എന്നാൽ ഈ 5 എണ്ണം ശരിക്കും ആരാരോ നാരായണൻ തന്നെയാണ്. ഏകനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ 5 എണ്ണമായിട്ട് മാറിയിരിക്കുന്നത്. വേദങ്ങൾ നാരായണനെ ഉദ്ദേശിച്ചുള്ളതാണ്. ദേവന്മാർ നാരായണൻ്റെ ശരീരാവയവങ്ങളാണ്. 14 ലോകങ്ങൾ ഈ പറയാൻ പോകുന്നുണ്ട് ഭഗവാന്റെ ശരീരാവയവങ്ങളാണ്. യാഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ യോഗം നാരായണനുമായിട്ടുള്ള ചേർച്ച. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? നാരായണനെ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, കഠിനാധ്വാനം. അറിവ് എന്ന് പറഞ്ഞാലോ നാരായണനെക്കുറിച്ചുള്ള അറിവാണ് അറിവ്. ഈ മോക്ഷം എന്ന് പറഞ്ഞാലോ നാരായണനിൽ പോയിട്ട് ചേരുക, വേറെ എവിടെയെങ്കിലും ചേർന്നാൽ ഗതിയാവില്ല. അപ്പോൾ ഇതിനൊക്കെ ഈ നാരായണനാണ് നാരദ അടിസ്ഥാനം എന്ന് ആദ്യമായിട്ട് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സൃഷ്ടിക്രമം വിസ്തരിക്കുകയാണ്. നേരത്തെ ദ്രവ്യം കർമ്മം കാലം സ്വഭാവം എന്ന് പറഞ്ഞ് ചുരുക്കിയതിനെ വിസ്തരിക്കുകയാണ്. എന്താണ്? സൃജ്യം ത്യജാമി സൃഷ്ടോഹം ഇഷ്ടയേവാഭിചോദിത. സൃഷ്ടിക്കേണ്ടതിനെ ഞാൻ സൃഷ്ടിച്ചു ഭഗവത് സങ്കല്പപ്രകാരം. അങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങളാണ് ആദ്യമായിട്ട് സൃഷ്ടിച്ചത് എന്ന് പറയുകയാണ്. ഗുണങ്ങളില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചം ഗുണത്തോടു കൂടിയതാണ്. സാത്വികം, രാജസം, താമസം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും രാത്രി കിടന്നുറങ്ങുമ്പോൾ തമോ ഗുണം അത്യാവശ്യമാണ്. സത്വഗുണ ഈശ്വര ഉപാസനയ്ക്ക് അത്യാവശ്യമാണ്. കർമ്മം നടക്കണമെങ്കിൽ രജോ ഗുണം അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം മതി എന്നർത്ഥം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് വേണ്ട ദിക്കിൽ വേറൊന്നും പറ്റില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് തമോ ഗുണം വന്നാലോ കഥ കഴിഞ്ഞത് തന്നെ, അല്ലേ? അപ്പം നല്ല അലർട്ടായിട്ടുള്ള രജോ ഗുണമാണ് വേണ്ടത്, സത്വഗുണം കൂടിയില്ല. കാരണം ചുറ്റും നടക്കണതൊക്കെ അറിയണം. അപ്പുറത്ത് എന്താ പോണ വണ്ടിയുടെ ആ സൈഡ് ഏതിയെ പോകണം, ഈ സൈഡ് ഏതിയെ പോകണം, ആ വണ്ടി ഏത് സ്പീഡിലാണ് പോണത്, ആ സ്പീഡിൽ തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കണം. അല്ലെങ്കിൽ കൊണ്ടുപോയി മുട്ടും, ഇല്ലേ? അത് ബ്രേക്ക് ഇട്ടാൽ അപ്പം നമ്മൾ ബ്രേക്ക് ഇടണം. ഇതാണ് രജോ ഗുണം. ശ്രദ്ധ, ചുറ്റും ശ്രദ്ധ വേണം. 4 കണ്ണ് വേണം ഓടിക്കുക എന്നാണ് പറയുക, 2 കണ്ണ് പോരാ. അത് രജോ ഗുണമാണ്. സാത്വിക ഗുണം അണച്ചാലോ ഈശ്വര ഉപാസന, തമോ ഗുണം ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇത് 3ഉം വേണ്ട സമയത്ത് വേണ്ട പോലെ ഉള്ള അളവിൽ ഈ പ്രപഞ്ചത്തിൽ അത്യാവശ്യമാണത്. സ്ഥിതി സർഗ നിരോധേഷു. സൃഷ്ടി സമയത്ത് രജോ ഗുണം, നിലനിർത്തേണ്ട സമയത്ത് സത്വഗുണം, സംഭരിക്കേണ്ട സമയത്ത് തമോ ഗുണം. അങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ കാലം, കർമ്മം, സ്വഭാവം
ഇതിനെയൊക്കെ ക്രമത്തിൽ ഒന്നിനെ മറ്റൊന്ന് എന്ന രീതിയിൽ സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് സൃഷ്ടിച്ചാണ് കാലാത് ഗുണം വ്യതികര, കാലത്തിൽ നിന്നാണ് അത്രയും ഗുണങ്ങൾ ഉണ്ടായത്. അതിൽ നിന്ന് കർമ്മം ഉണ്ടായിട്ട് ആദ്യം സൃഷ്ടിച്ചതിനെയാണ് മഹത്തത്വം എന്ന് പറയുക. ആ മഹത്വത്തിൽ നിന്നാണ് പിന്നീടുള്ളതെല്ലാം ഉണ്ടായത്. ഗുണങ്ങളടക്കം ഈ മഹത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ മഹത്വത്തിൽ നിന്നാവട്ടെ നാരദ ഭഗവാൻ പിന്നീട് അഹങ്കാരതത്വം സൃഷ്ടിച്ചു എന്ന് പറയണം. ഫസ്റ്റ് മഹത്വത്വം താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഉറക്കം വരുമ്പോൾ പറയാൻ പറ്റിയ വിഷയമൊന്നും അല്ല. പക്ഷെ ഇതിലുള്ളത് ഇപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, വേറെ തരത്തിലാക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ക്ഷമിക്കണം, വേണമെങ്കിൽ ഒരു പേനെടുത്ത് നോട്ട് ചെയ്യാം, എന്നാലേ അതിൽ ശ്രദ്ധ നിൽക്കുള്ളൂ. അങ്ങനത്തെ വിഷയമൊക്കെയാണ്. മഹത്വത്വം ആദ്യത്തെ സൃഷ്ടി, അഹങ്കാരം അതിൽ നിന്നുണ്ടായ രണ്ടാമത്തെ സൃഷ്ടി എന്ന് പറഞ്ഞു. ഈ അഹങ്കാരം ആകുന്ന രണ്ടാമത്തെ സംഗതി പിന്നീട് മൂന്നായിട്ട് പിരിഞ്ഞു. അങ്ങനെ എഴുതിയെടുക്കാല്ലേ, ആദ്യം മഹത്വത്വം, പിന്നെ അഹങ്കാരം. അഹങ്കാരം ഒരു വരയിട്ടിട്ട് മൂന്നാക്കുക. അത് മൂന്നായിട്ട് പിരിഞ്ഞതാണ് എന്ത്? വൈകാരികം, തൈജസം, താമസം. അതിൽ വൈകാരികം സത്വഗുണപ്രധാനവും, അതായത് ജ്ഞാനശക്തി, ദിവ്യശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതി പ്രഭോ. ഈ വൈകാരികമാണ് ജ്ഞാനശക്തിയായിട്ട് സാത്വികമായി മാറിയത്. അറിവ് സാത്വികത്തിന് എത്ര ഉണ്ടാവുള്ളൂ. പിന്നെയോ ക്രിയാശക്തി, ദ്രവ്യശക്തി കഴിഞ്ഞാൽ ദ്രവ്യശക്തി കഴിഞ്ഞ് ഇത് തമോ ഗുണമാണ്. ജ്ഞാനശക്തി സാത്വികമാണെന്നാണ് പറയുക. ക്രിയാശക്തി രാജസം ആയിട്ട് അതിൽ നിന്നുണ്ടായി. പിന്നെ ദ്രവ്യശക്തി താമസമായിട്ടും ഉണ്ടായി. ക്രമം പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായത് ദ്രവ്യശക്തിയാണെന്നാണ്. തമോ ഗുണമായിട്ടുള്ള ദ്രവ്യശക്തിയിൽ നിന്ന് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. പിന്നെ ക്രിയ ഉണ്ടാവുന്നതാണ് രാജസം അല്ലേ. അതിനുശേഷം സാത്വിക ഉണ്ടായി, ജ്ഞാനശക്തി. അപ്പം ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ദ്രവ്യശക്തിയിൽ നിന്ന് താമസവും, ക്രിയാശക്തിയിൽ നിന്ന് രാജസവും, ജ്ഞാനശക്തിയിൽ നിന്ന് സാത്വികവും ഉണ്ടായി നാരദ. അപ്പം ആദ്യം ഉണ്ടായത് മഹത്വത്വം, അതിൽ നിന്നുണ്ടായത് അഹങ്കാരം. അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു. ആ മൂന്നായിട്ട് പിരിഞ്ഞതിൽ നിന്നാണ് പിന്നെ ഈ പ്രപഞ്ചം മുഴുവനെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഗതികളിൽ ആദ്യത്തെ സംഗതിയാണ് ശബ്ദം എന്നാണ് പറയണത്. ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ 5 തന്മാത്രകളെ പറയും. അത് ശരിക്കും പറയാച്ചാൽ എഴുതിയിരുത്താൽ തന്നെ പഠിക്കൂട്ടോ, അല്ലെങ്കിൽ മൊത്തം ബോറടിക്കും, ഒന്നും നടക്കില്ല. മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഉള്ള വിധത്തിലാണ് പറയുന്നത്. നോട്ട് ചെയ്താൽ നല്ലതാണ്. കള്ളാസെടുത്തിട്ട്, കള്ളാസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അല്ലേ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 തന്മാത്രകൾ എന്ന് പറയും. ഒന്നും കൂടി പറയാം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇത് താഴെ എഴുതാം. 5 എഴുതി. വലത് ഭാഗത്ത് ഇതിൻ്റെ സ്ഥൂലഭൂതങ്ങൾ 5 എഴുതുക. എഴുതിയാലേ പടി അതാ എഴുതുക എന്ന് പറയണം കേട്ടോ. എഴുതണമെന്ന് എവിടെയും നിയമമൊന്നുമില്ല. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇപ്പം എന്തൊക്കെയാണ് എഴുതിയ? കുട്ടികളോട് ചോദിക്കണ പോലെ ചോദിക്കുകയല്ല കേട്ടോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇടതുഭാഗത്ത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 നിങ്ങൾ എഴുതി എന്ന് കൂട്ടുക. വലത്ത് ഭാഗത്ത് അതിൻ്റെ നേരെ എഴുതണം. ശബ്ദത്തിൻ്റെ നേരെ ആകാശം, സ്പർശത്തിൻ്റെ നേരെ വായു, രൂപത്തിൻ്റെ നേരെ വരയിട്ടിട്ട് അഗ്നി, രസത്തിൻ്റെ നേരെ വരച്ചിട്ട് ജലവും, ഗന്ധത്തിൻ്റെ നേരെ ഭൂമി. ഇപ്പം എത്രണ്ണായി? ആകെ 10 ഇല്ലേ. ഇനി സൃഷ്ടിക്രമം പറയാം. ഇതിൽ ആദ്യം ഉണ്ടായത് എന്താ അറിയോ? ശബ്ദമാണ്. ലോകത്തിൽ ആദ്യം ഉണ്ടായ വസ്തു അത്രയും ശബ്ദം. ആ ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. അത് സ്ഥൂലഭൂതമാണ്. പഞ്ചഭൂതങ്ങളെ സ്ഥൂലഭൂതം എന്ന് പറയും. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, ജലം ഇവയാണ് സ്ഥൂല വലിയത്. മറ്റതൊക്കെ സൂക്ഷ്മഭൂതങ്ങളാണ്. ആ ശബ്ദം എന്ന തന്മാത്രയിൽ നിന്ന് ഇടത് ഭാഗത്ത് എഴുതിയതിൻ്റെ ആദ്യത്തെ കേട്ടോ, അതിൽ നിന്ന് ആകാശമാണ് ഉണ്ടാവുന്നത്. വലത്ത് ഭാഗത്തെയാണ് ഉണ്ടാവുക. ആ ശബ്ദത്തിൽ നിന്നാണ് രണ്ടാമത്തെ സ്പർശം ഉണ്ടാവുന്നത്. ആ സ്പർശത്തിൽ നിന്നാണ് വായു ഉണ്ടാവുന്നത്. അപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ടൊരു ഏരോ മാർക്ക്, വലത്തുനിന്ന് ഇടത്തോട്ടൊരു ഏരോ മാർക്ക്, പിന്നെ വീണ്ടും ഇടത്തുനിന്ന് വലത്തോട്ടൊരു ഏരോ മാർക്ക്. ഇങ്ങനെ ആണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി. അത് സ്ഥൂലഭൂതം.
അതിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം ഉണ്ടായി. ഇടത്തുപുറത്തൊക്കെ സൂക്ഷ്മഭൂതമാണ് കേട്ടോ. സ്പർശം ഉണ്ടായി. ആ സ്പർശത്തിൽ നിന്ന് വലത്തുഭാഗത്തെ രണ്ടാമത്തെ സ്ഥൂലഭൂതം ഉണ്ടായി. വലത്തുപുറത്തൊക്കെ സ്ഥൂലഭൂതമാണ്, വായു ഉണ്ടായി. ആ സ്ഥൂലഭൂതത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതമായ രൂപം ഉണ്ടായി. ഇടത്തോട്ട് ഏരോ മാർക്കിടുക. ആ രൂപത്തിൽ നിന്ന് അടുത്ത സ്ഥൂലഭൂതം അഗ്നി ഉണ്ടായി. മനസ്സിലായി? ആ അഗ്നിയിൽ നിന്ന് നാലാമത്തെ സൂക്ഷ്മഭൂതമായിട്ടുള്ള രസം ഉണ്ടായി. ആ രസത്തിൽ നിന്ന് നാലാമത്തെ സ്ഥൂലഭൂതമായിട്ടുള്ള ജലം ഉണ്ടായി. ആ ജലത്തിൽ നിന്ന് അഞ്ചാമത്തെ സൂക്ഷ്മഭൂതമായിട്ടുള്ള ഗന്ധം ഉണ്ടായി. ആ ഗന്ധത്തിൽ നിന്ന് അഞ്ചാമത്തെ സ്ഥൂലഭൂതമായിട്ടുള്ള ഭൂമി ഉണ്ടായി. ഒന്നും കൂടി: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇടതുവശത്ത് എഴുതിയ സൂക്ഷ്മഭൂതങ്ങൾ. വലതുഭാഗത്ത് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സ്ഥൂലഭൂതങ്ങൾ എന്നിവയെ പറയും പഞ്ചഭൂതങ്ങൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആദ്യം ഉണ്ടായത് ഏതാണ്? ശബ്ദം. പിന്നുണ്ടായത് ഏതാണ്? വലതുഭാഗത്തെ ആകാശം. താഴെയുള്ള സ്പർശമല്ല, ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. മനസ്സിലായില്ലേ? ആകാശത്തിൽ നിന്നോ സ്പർശം ഉണ്ടായി. മനസ്സിലാണല്ലോ? സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിൽ നിന്ന് മൂന്നാമത്തെ രൂപം ഉണ്ടായി. ഇങ്ങോട്ട് ആരോ മാർക്ക് ഇട്ടു. രൂപത്തിൽ നിന്ന് വലത്തോട്ട് ആരോ മാർക്ക് ഇട്ടു. അഗ്നി ഉണ്ടായി. അഗ്നി ഇരുന്ന് വീണ്ടും ഇടത്തോട്ട് ആരോ മാർക്ക് ഇടുക, മനസ്സിലാവാൻ. അപ്പോൾ എന്തായി? രസം. ആ രസത്തിൽ നിന്ന് വലത്തോട്ട് വീണ്ടും ആരോ മാർക്ക് ജലം. ജലത്തിൽ നിന്ന് ഗന്ധം. ഗന്ധത്തിൽ നിന്ന് ഭൂമി. ഇങ്ങനെയാണ് ശബ്ദം, അത് സ്പർശ, രൂപരസ, ഗന്ധങ്ങളെ സൂക്ഷ്മഭൂതങ്ങളെന്നും ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയെ സ്ഥൂലഭൂതങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ നമ്മൾ പറയുന്നതായിട്ടും പറയുന്നു. ഒരു സൂക്ഷ്മഭൂതത്തിൽ നിന്ന് അടുത്ത സ്ഥൂലഭൂതമാണ് ഉണ്ടാകുന്നത്. ആ സ്ഥൂലഭൂതത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം എന്നും ആ സൂക്ഷ്മഭൂതത്തിൽ നിന്ന് അടുത്ത സ്ഥൂലഭൂതം എന്ന ക്രമത്തിലാണ്. ഇത്രയൊന്നും പറയാൻ നമുക്ക് സപ്താഹത്തിൽ സമയമില്ലാത്തതുകൊണ്ട് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, ഭൂമി, പൃഥ്വി, വായു, തേജോ, ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക എന്നല്ലാണ്ട് എന്തെങ്കിലും മനസ്സിലാവുമോ? അതുകൊണ്ടാണ് ഇതിനെ കുറച്ചിങ്ങനെ മെല്ലെ പോയിട്ട് എന്നാലും വലിയ കാര്യം മനസ്സിലാവുകയാണല്ലോ വേണ്ടത് എന്ന് വിചാരിച്ച് പറയണത്. ബോറടിക്കരുത്. ഇടത്തുനിന്ന് വലത്തോട്ട്, വലത്തുനിന്ന് ഇടത്തോട്ട്, ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ ക്രോസായിട്ട് ആരോ മാർക്ക് ഇട്ടാൽ സുമാർ അതിൻ്റെ ഒരു സംഗതി നമുക്ക് മനസ്സിലാവും. അതിനുശേഷം പിന്നെ എന്താണ് ഉണ്ടായത്? സാത്വികത്തിൽ നിന്ന്, സാത്വികാഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി? മനസ്സ്, ചന്ദ്രൻ. മനസ്സുണ്ടായി. ആ മനസ്സിൻ്റെ അധിപനാണ് ചന്ദ്രൻ എന്ന് പറയുകയാണ്. സാത്വികത്തിൽ നിന്നാണ് മനസ്സുണ്ടാവുന്നത്. ആ മനസ്സിൻ്റെ അധിപൻ. അപ്പം ഇത് പറഞ്ഞാലും മനസ്സ് വിട്ടിട്ടില്ല. അതേപോലെ തന്നെ 10 ഇന്ദ്രിയങ്ങളും ഉണ്ടായി എന്ന് പറയുകയാണ്. ഈ ശബ്ദം അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്? ചെവി. സ്പർശം അറിയാൻ വേണ്ടിയിട്ടാണ് ത്വക്ക്. രൂപം അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ണ്. രസം അറിയാൻ വേണ്ടിയിട്ടാണ് നാവ്. ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ് മൂക്ക്. വിഷമൊന്നുമില്ല, മനസ്സിലാക്കാൻ നമുക്കറിയാം അല്ലേ? എന്തുകൊണ്ടാണ് ശബ്ദം കേൾക്കുക? ചെവിയുണ്ട്. എന്തുകൊണ്ടാണ് സ്പർശം അറിയുക? ത്വക്കുണ്ട്. എന്തുകൊണ്ടാണ് രൂപം കാണുക? കണ്ണുണ്ട്. എന്തുകൊണ്ടാണ് രസം അറിയുക? നാവുണ്ട് ഇല്ലേ? കയ്പ്, പുളിപ്പ്, എരി, രസം, മധുരമായിട്ടുള്ള 5 രസങ്ങൾ അറിയണത് നാവുണ്ട്. എന്തുകൊണ്ടാണ് ഗന്ധം അറിയുക? മൂക്കുണ്ട് ഇല്ലേ? ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ശബ്ദം അറിയാൻ വേണ്ടിയിട്ട് ചെവി, സ്പർശം അറിയാൻ വേണ്ടിയിട്ട് ത്വക്ക്, രൂപം അറിയാൻ വേണ്ടിയിട്ട് കണ്ണ്, രസം അറിയാൻ വേണ്ടിയിട്ട് നാവ്, ഗന്ധം അറിയാൻ വേണ്ടിയിട്ട് മൂക്ക് ഉണ്ടായി. ഇത് മാത്രമല്ലല്ലോ, 5 ഇന്ദ്രിയങ്ങൾ മാത്രമാണോ? നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ട്. നടക്കണം എന്ന് തോന്നിയപ്പോൾ കാല്, പ്രവർത്തിക്കണം എന്ന് തോന്നിയപ്പോൾ കൈ അല്ലേ, വാക്ക് സംസാരിക്കണം എന്ന് തോന്നിയപ്പോൾ വാക്കേന്ദ്രിയം, വിസർജിക്കണം എന്ന് തോന്നിയപ്പോൾ 2 ഇന്ദ്രിയങ്ങൾ. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. അങ്ങനെ ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പുറമേ കയ്യ്, കാല്, വാക്ക്, പായു, ഉപസ്ഥം 2 വിസർജനേന്ദ്രിയങ്ങളാണ് കീഴ്പ്പെട്ട്. അതുകൂടാതെ വാക്ക് കർമ്മേന്ദ്രിയത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ഇതിന് മുന്നേ ഉണ്ടായതാണ് ഇതിൻ്റെയൊക്കെ ദേവതകൾ എന്ന് പറയണം. മനസ്സിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും ഉണ്ടായി. ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ ദേവത ഉണ്ടായിട്ടുണ്ട്. ആ ദേവതയുടെ പ്രവർത്തനം കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനസ്സിൽ നിന്നുണ്ടായത് ദേവതകളും അതിൽ നിന്ന് രാജസത്തിൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളുമാണ്. എന്തിനാണ് ദേവത? ഈ ദേവതയെ പറ്റി ഇവിടെ എന്തിനാ പറയണം? ഒരാൾ എളുപ്പത്തിൽ പറഞ്ഞാൽ മരിച്ചു പോയാൽ അയാളുടെ കയ്യെ പ്രവർത്തിക്കുമോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഉള്ളിൽ ആത്മാവ് ഉണ്ടാവുകൊണ്ട് മാത്രമല്ല, ആ കയ്യിൽ ഇന്ദ്രൻ വസിക്കുന്നത് കൊണ്ടാണ്. മരിച്ചുപോയ കാലിളകുമോ? ആത്മാവ് പോയതുകൊണ്ട് മാത്രമല്ല, ഉപേന്ദ്രൻ എന്ന ദേവത അതിലുള്ളതുകൊണ്ടാണ് അത്രേ കാല് പ്രവർത്തിക്കുന്നത്. മരിച്ചുപോയ കണ്ണ് കാണുമോ? കണ്ണവിടെ ഉണ്ടാവും, പക്ഷേ കാണച്ചാൽ കാണില്ല. അതിൽ തുഷ്ടാവ് എന്ന ദേവത വേണം. അതുകൊണ്ടാണ് നമുക്ക് മരിച്ചുപോയ ആൾക്ക് കാഴ്ചയില്ലാത്ത. ആത്മാവ് പോയതുകൊണ്ട് മാത്രമല്ല, ആത്മാവ് ഉണ്ടായതുകൊണ്ടല്ല, ഈ തുഷ്ടാവ് കണ്ണിൽ വസിക്കണം. മരിച്ചുപോയ ചെവി കേൾക്കുമോ? ചെവിയോടെ ഉണ്ടാവും. എന്താ കേൾക്കാത്ത? ആത്മാവ് പോയതുകൊണ്ട് മാത്രമല്ല, ആ ചെവിയിൽ ദിഗ്ദേവതകൾ അധിവസിക്കുന്നു. ഇല്ലേ? ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റേതായ ദേവത അധിഷ്ഠാനത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് സർവ്വ ഇന്ദ്രിയങ്ങളും ഹേ നാരദ പ്രവർത്തനാത്മകമാകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആലോചിച്ചതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ? കൈ എങ്ങനെ പ്രവർത്തിക്കണു, കാലെങ്ങനെ പ്രവർത്തിക്കണു, നാവ് എങ്ങനെ പ്രവർത്തിക്കണു, അതാതിൻ്റെ അധിഷ്ഠാന ദേവത അതിൽ വസിച്ചത് കൊണ്ടാണ് വസിക്കുന്നത്. ഇങ്ങനെ 7 കീഴ്പ്പെട്ടുള്ള ലോകങ്ങളും 7 മേപ്പെട്ടുള്ള ലോകങ്ങളും കൂടിയിട്ട് 14 ലോകം എന്ന് കൽപ്പന ചെയ്തിരിക്കുന്നു. കഴുത്ത് ജനർലോകം, മാറ് തപോലോകം, തല സത്യലോകം, അരക്കെട്ട് അതലം എന്ന് പറഞ്ഞിട്ടുള്ള ലോകം, തുട വിതലം എന്ന് പറഞ്ഞിട്ടുള്ള ലോകം, മുട്ട സുതലം എന്ന് പറഞ്ഞിട്ടുള്ള ലോകം, കണങ്കാല് രസാതലം, ഞെരിയാണി മഹാതലം, പുറവടി രസാതലം, പാദം പാതാളം. ഇങ്ങനെ 7 ലോകങ്ങൾ കീഴ്പ്പെട്ടും 7 ലോകങ്ങൾ മേപ്പെട്ടും ഉള്ളതിനെയാണ് 14 ലോകകൽപ്പന എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഭഗവാന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി, മുഖത്തുനിന്ന് കൈകളിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി, കാലിൽ നിന്ന് തുടരുന്ന വൈശ്യരുണ്ടായി. പദ്ഭ്യാം ശൂദ്രോപ്യജായത, ശൂദ്രന്മാർ കാലിൽ നിന്നുണ്ടായി. അതുകൊണ്ട് ശൂദ്രന്മാർ താഴെയാണെന്ന് അർത്ഥമില്ല, ഒരിക്കലുമില്ല. കാരണം എന്താണ്? ഭഗവാന്റെ കാലിനെയല്ലേ നമ്മൾ ആപത്ത് വരുമ്പോൾ ധ്യാനിക്കുക, തലമണ്ടയില്ലാതെ ധ്യാനിക്കുക. ആ പാദത്തിനെ ധ്യാനിക്കുമ്പോൾ ആ പാദത്തിന് എത്ര കേമത്തുണ്ടാവണം. അപ്പം അതിൽ നിന്നുണ്ടായ ശൂദ്രന്മാർ ഒരിക്കലും താഴെയല്ല, ബ്രാഹ്മണരെ ഒരിക്കലും അത്ര മീതയുമല്ല. ഒക്കെ തുല്യ പ്രാധാന്യമാണ് നമ്മുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ കൽപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പാദം മുതൽക്കുള്ള 7 ലോകം ഒക്കെ കൂടി ഒരു ലോകമായിട്ട് കാണും. അത് വേറെ വേർഷനാണ്. നാഭി 2ാമത്തെ ലോകം, അതിൻ്റെ മുകളിലേക്കുള്ള സ്വർഗാദി 7 ലോകങ്ങൾ ഒരു ലോകം. അങ്ങനെ 3 സെക്ഷനാക്കിയിട്ട് നാഭി 1, താഴെയുള്ള 7 ഒക്കെ കൂടി 1, മുകളിലുള്ള 7 ഒക്കെ കൂടി 1. അപ്പം അതിനെയാണ് ത്രിലോകം. നമ്മളിത് രണ്ടും കേട്ടിട്ടുണ്ട്. 3 ലോകം കേട്ടിട്ടുണ്ട് അല്ലേ? 3 ലോകത്തിലും അവനെ പോലൊരു ദുഷ്ടനില്ല. ഇപ്പോൾ ഇവിടെ 14 ലോകം എന്ന് ചിലപ്പോൾ പറയണു, ചിലപ്പോൾ 3 ലോകം എന്ന് പറയണു. 7 ലോകങ്ങൾ കീഴ്പ്പെട്ടും 7 ലോകങ്ങൾ മേപ്പെട്ടുള്ള വേറെ 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 പറയുമ്പോൾ 14 ലോകങ്ങൾ. അതിൽ ഒരേ 7നെ ഒന്നിച്ചാക്കി വേറെ 7നെ ഒന്നിച്ചാക്കി നാഭി വേറെയാക്കി. അപ്പോൾ 3 ലോകം. ഇതിനാണ് ഓം ഭൂർഭുവസ്വ എന്ന് ഗായത്രിയിൽ പറഞ്ഞത്. ഭൂർ എന്നുള്ള താഴത്തേക്കുള്ളത്, ഭൂർ നടുവിലുള്ള സ്വ സ്വർഗാദി ലോകങ്ങളെന്ന് 3 ആക്കി തിരിച്ച 3 ലോകങ്ങൾ. അപ്പം 3 ലോകങ്ങൾ മനസ്സിലായല്ലോ. 7 7 നടുവിലത്തെ നാഭിയും കൂട്ടിയിട്ടാണ്. ഭഗവാന്റെ നാഭിയാണ് കേട്ടോ. ഭഗവാന്റെ നാഭി, അതിൻ്റെ മേപ്പെട്ട 7 കൂടി 1 7, കീഴ്പ്പെട്ടുള്ള 7 കൂടി 1, നാഭിയും കൂടി 3 ലോകം എന്ന് പറയാം. ഇതിനെയൊക്കെ വേറെ വേറെ കണ്ടാലോ 14 ലോകം എന്നും പറയാം. ഇങ്ങനെയാണ് 14 ലോകം. ഇതിവാ ലോകകൽപ്പന. ഇതാണ് നാരദ ലോകകൽപ്പന എന്ന് പറയുന്നത്. നേരത്തെ ദ്വിതീയ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ വിരാട് പുരുഷനെ വർണ്ണിച്ചുവല്ലോ. ആ വിരാട് പുരുഷനെ ഇവിടെ ഉൽപ്പത്തിക്രമത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായി 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 എന്ന് പറഞ്ഞു. നേരത്തെ ആണ് ആണ് ആകുന്നു, ഈസ്, ഇംഗ്ലീഷിലത്തെ ഈസ് എന്നുള്ള നിലയ്ക്ക് ആകുന്നു എന്ന് പറഞ്ഞു. ഇവിടെയോ ഉണ്ടായി 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 എന്ന് പറയുന്നു. വ്യത്യാസമൊന്നുമില്ല. അത് മനസ്സിലാക്കിയവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യ നാഭിത. കീഴ്പ്പെട്ടുള്ള 7 ലോകം ഭൂവർലോകം, നാഭി എന്ന് പറയുന്നത് നടുവിൽ നിൽക്കുന്ന ലോകവും, സ്വർലോക കൽപ്പിതോ മൂത്തന മേപ്പെട്ടുള്ള 7 സ്വർഗലോകങ്ങൾ അടക്കമുള്ളത് 7 ഇതിവാ ലോകകൽപ്പന. ഇതിനെയാണ് 3 ലോകങ്ങൾ എന്നും പറയുന്നത്. വിഷയം കുറച്ച് ഗഹനായതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടോ നിശ്ചല്യ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അറിയണ പോലെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വല്ലവരോടും ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ അറിയണ ആളൊന്നും അല്ല കേട്ടോ. എന്തൊക്കെയോ നോക്കി പഠിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അറിയാത്തവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് ഒരു പേനയൊക്കെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ വിഷയം
നമുക്ക് കേൾക്കാൻ പറ്റും. മറ്റേതിന് പേനയൊന്നും വേണ്ട, ഈശ്വരൻ്റെ കഥകൾ കേൾക്കാനോ പേനയൊന്നും വേണ്ട. ഇതാവുമ്പോൾ അത് വേണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയണ പോലെ പറഞ്ഞു തരാം. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ബ്രഹ്മനാരദ സംവാദം കഴിഞ്ഞിട്ടില്ല. അതിലൊരു ഭാഗമാണ് പറഞ്ഞത്. അടുത്ത ഭാഗത്തിൽ ബ്രഹ്മനാരദ സംവാദം തുടരും എന്നാണ്. ഏതായാലും പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.